അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം എങ്ങനെ കറക്റ്റായിട്ട് പണ്ടത്തെ രീതിയിൽ ഉമ്മാമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം, ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പം അല്ലെങ്കിൽ നെയ്യപ്പം ഉണ്ടാക്കുമ്പം തെറ്റിപ്പോവും, നമുക്കത് പരുവം ശരിയായി വരാതെ വരും. അപ്പോൾ ഞാനുണ്ടല്ലോ പച്ചരി, സാദാ പച്ചരി നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഒരു 1.25 കപ്പോളം ഉണ്ടായിരുന്നു ഈ പച്ചരി. അപ്പോൾ അതിന് 1.25 കപ്പോളം, ഒരു 2 കപ്പിന് ഒരു 2 സ്പൂൺ ചോറ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചരി കുതിർത്ത് ഇപ്പോൾ രാത്രി ഫുള്ള് ഞാൻ കുതിർത്താനിട്ടിട്ട് ഞാൻ പിറ്റേന്നാണ് അരി എടുത്തത്. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര, നമുക്ക് എന്തോരം മധുരം വേണോ അത് ശർക്കര ഉരുക്കി തണുത്തതിന് ശേഷം നമുക്ക് പച്ചരിയും ആ ചോറും കൂടെ അരച്ചെടുക്കാം. അപ്പോൾ ചോറ് ചേർക്കുന്നത് കുറച്ച് സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്, അതാണ് ഞാൻ ചോറ് ചേർത്തത്. ഒരു 2 സ്പൂണ് ചോറ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരിയോടുകൂടി, ചെറിയ ഒരു തരിയോടുകൂടി തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് സോഫ്റ്റായിട്ട് നമ്മൾ ദോശയ്ക്കോ അപ്പത്തിനോ അരയ്ക്കുന്ന പോലെ അങ്ങ് സോഫ്റ്റായിട്ട് അരയ്ക്കണ്ട. കുറച്ച് തരി, നമുക്ക് ഒരു മൈദയിൽ എങ്ങനെ റവ ഇട്ടാൽ എങ്ങനെ തരിയായിട്ട് എടുക്കും ആ ഒരു രീതിക്ക് അരച്ചെടുക്കണം. അത് ബാക്കി ആ ഒരു ട്രിപ്പ് ഞാൻ 1 കപ്പ് ഇട്ടതിൻ്റെ ബാക്കി ഉള്ള പച്ചരിയും കൂടി അരച്ചെടുക്കാം. അപ്പോൾ മധുരം നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതനുസരിച്ച് നമുക്ക് ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനൊരളവൊന്നുമില്ല, ഒരുപാട് വെള്ളം ഒഴിച്ചൊന്നും നമ്മൾ ശർക്കര പാനിയൊന്നും ആക്കണ്ട. കുറച്ച് വെള്ളത്തിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുത്തിട്ട് അരിച്ചെടുക്കാം. ഞാനതെല്ലാം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം ഞാനതിന് 2 സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അളവിന് നോക്കുമ്പോൾ 2 സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഉപ്പ്, അപ്പോൾ ശർക്കരയ്ക്ക് എന്തായാലും ഉപ്പ് കാണുമല്ലോ, അപ്പോൾ ചെറിയ പൊടിക്കൊരു ഉപ്പ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മധുരം ബാലൻസ് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി, ഒരു പിഞ്ചെന്ന് പറയുമ്പം ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടി, ഒരുപാട് കൂടരുത്, ആ ടേസ്റ്റേ മാറിപ്പോകും. അപ്പോൾ ഒരു 1/4 സ്പൂൺ സോഡാപ്പൊടി, ബേക്കിംഗ് പൗഡർ അല്ല, സോഡാപ്പൊടിയാണ് നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കുന്ന സോഡാപ്പൊടി. അപ്പോൾ അതും അതിലേക്ക് ചേർത്തതിന് ശേഷം മൈദ നന്നായിട്ട് മിക്സ് ആവുന്നിടം വരെ കൈകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ കൈകൊണ്ട് നിരട്ടി, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കണം. പണ്ടൊക്കെ ഉമ്മമാർ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, കൈകൊണ്ട് തന്നെ ഇളക്കി വെക്കുമ്പോൾ നമ്മൾ, അതുപോലെ ദോശയ്ക്കും എല്ലാം നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ഒന്ന് പുളിച്ച് വരും. അതുപോലെ ഇത് പുളിയല്ല, ഇത് സോഫ്റ്റ് ആവും, അതാണ്, പുളിക്കത്തില്ല കേട്ടോ, പുളിയുടെ ടേസ്റ്റൊന്നും ഇല്ല, നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരും. അങ്ങനെ അതൊന്ന് നിങ്ങൾ സ്കിപ്പാവാതെ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ, എന്നാലും നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ റോബസ്റ്റ പഴം 1 പകുതിയും ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുത്ത്, ഞാനത് മാവ് ഒരു രാത്രി ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ല നമ്മൾ രാവിലെയാണ് അരച്ച് വെക്കുന്നതെങ്കിൽ ഒരു വൈകിട്ട് ഒരു 7 മണിയാകുമ്പോഴത്തേക്കിന് സെറ്റാവും. അപ്പോൾ തന്നെ നമുക്ക് പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റോബസ്റ്റായോ അല്ലെങ്കിൽ പാളയന്തോടൻ പഴമാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം, റോബസ്റ്റ ആണെങ്കിൽ 1 പകുതി മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഈ പൂജയ്ക്കൊക്കെ അമ്പലങ്ങളിലൊക്കെ കൂടുതലും കദളിപ്പഴമാകാം ചേർക്കുന്നത്, അതും ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പം റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ പാളയന്തോടൻ പഴമാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ല നെയ്യ് ഒഴിച്ചു, അതുപോലെ എള്ളും തേങ്ങയും കൂടി വറുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ കൊത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം, തേങ്ങ ചുരണ്ടിയതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം തേങ്ങ ചുരണ്ടിയ എള്ളും തേങ്ങ ചുരണ്ടിയതും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. അത് ഇച്ചിരി ഒന്ന് തണുത്തിട്ട് അതിലേക്ക് ഒഴിക്കാവുള്ളൂ, മൈദ ഒക്കെ ചേർത്തത് കൊണ്ട് അങ്ങനെ ഒഴിക്കാവുള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, നെയ്യ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ അത് വറുത്ത് ഇടണം, അത് സ്കിപ്പാവില്ല, നല്ല ടേസ്റ്റാണ്. എള്ളും തേങ്ങയും അതിലേക്ക് ഇട്ട് കൊടുത്താൽ. അപ്പോൾ ഒരു അപ്പച്ചട്ടി, ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നമുക്ക് ഇങ്ങനത്തെ ചട്ടി വാങ്ങിക്കാൻ കിട്ടും. അതല്ല
പണ്ടേ ഉള്ള ഉണ്ണിയപ്പച്ചട്ടിയാണെങ്കിൽ നല്ല സൂപ്പറാണ്, നല്ല മഴങ്ങിയിരിക്കുന്നത്. ഇത് അങ്ങനത്തെയാണ്. ഇക്കാടെ ഉമ്മ ഉപയോഗിച്ചിരുന്ന ഒരു ഉണ്ണിയപ്പച്ചട്ടിയാണിത്. അപ്പം എനിക്കതുകൊണ്ട് നല്ല മയമുള്ള ചട്ടി കിട്ടി. അതിങ്ങനെ ഉണ്ണിയപ്പം നമ്മൾ ഒഴിച്ച് വരുമ്പം ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് പൊങ്ങി വരും. അതല്ല പുതിയതൊക്കെ ആണെങ്കിൽ ഒന്ന് പിടിക്കും കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ അങ്ങനെ പുതിയ ചട്ടി വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ എണ്ണ ഒഴിച്ച് ഒരു 2 ദിവസം വെച്ചിരുന്നാൽ നന്നായിട്ട് മയങ്ങി കിട്ടും. നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് എണ്ണ ഒഴിച്ച് അടച്ച് വെച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, പുതിയ ചട്ടി വാങ്ങിക്കുവാണെങ്കിൽ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ പഴയ ചട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ ഇങ്ങനെ ഒഴിച്ച് എടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ കുഴിക്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചോണം. എണ്ണ നല്ല ഫ്ലെയിമിലിട്ട് തന്നെ എണ്ണ തിളച്ച് വരുമ്പോൾ മാവ് ഒഴിക്കുമ്പം ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം. എന്നിട്ട് പകുതി മാവേ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 1/4 ഭാഗമേ ഉണ്ണിയപ്പത്തിൻ്റെ ഒഴിക്കാവുള്ളൂ. ഞാൻ അറിയാതെ നിറച്ച് ചില കുഴികളിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് അത് നമ്മളിങ്ങനെ തിരിച്ചിട്ടാലൊക്കെ ആവും. എങ്കിലും നല്ല പോലെ സൈഡൊക്കെ മൊരിഞ്ഞ് അത് പൊങ്ങി വരണമെങ്കിൽ ഒരു 1/4 ഭാഗം മാത്രമേ ആ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇതൊക്കെയാണ് ചെറിയ ശ്രദ്ധിച്ചിട്ട് മിസ്റ്റേക്ക് ഇല്ലാതെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് ഫ്ലെയിം പിന്നെ നമ്മൾ മാവ് ഒഴിക്കുന്നിടം തൊട്ട് അത് വെന്ത് മൊരിഞ്ഞ് വരുന്നിടം വരെ മീഡിയത്തിലേ വെക്കാവുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. കാരണം പുറം ഇങ്ങനെ മൊരിഞ്ഞൊക്കെ വരും, അകം വേകാതെ അങ്ങനെ ഇരിക്കും കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം. അതുപോലെ തീരെ സിമ്മിൽ ഇട്ടിട്ട് പോകരുത്. കാരണം തീരെ സിമ്മിലിട്ടിട്ട് പോവുകയാണെങ്കിൽ എണ്ണ കുടിക്കും, അത് അകത്തേക്ക് വലിച്ചെടുക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉണ്ണിയപ്പം ചുടുവാണെങ്കിൽ കറക്റ്റ് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ചൂടോടാകുമ്പോഴേ നല്ല പോലെ സോഫ്റ്റായിട്ട് തോന്നും. നമ്മളൊന്ന് തണുത്ത് കഴിയുമ്പോൾ പുറം മൊരിഞ്ഞും അകം സോഫ്റ്റും ആയിരിക്കും. നല്ല ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു അളവിന്, ഈ ഒരു റെസിപ്പിയിൽ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ. അതുപോലെ തന്നെ ഞാൻ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് ഈ ഉണ്ണിയപ്പ ചട്ടിയിൽ. അതാകുമ്പോൾ ഉണ്ടല്ലോ, അത് ഒരു സീക്രട്ടാണ്. അത് പെട്ടെന്ന് ഇളകി വരാൻ നല്ല ഒരു ഇതാണ്. നമ്മൾ എണ്ണയ്ക്കകത്ത് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ണിയപ്പം പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ്. അത് ആദ്യം ചുടുമ്പം തന്നെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എണ്ണ കുറച്ച് ആ കുഴികളിൽ വറ്റുമ്പം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് എണ്ണയൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി, ഓൾറെഡി അത് ചൂടായിരിക്കും, എങ്കിലും എണ്ണ ഒഴിക്കുന്ന സമയത്ത് മാത്രം വെച്ച് തീ കൂട്ടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫുള്ള് പൊരിച്ചെടുക്കാവുള്ളൂ. അപ്പം നല്ല തേങ്ങയും എള്ളും ശർക്കരയൊക്കെ ചേർന്ന് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അത് ചുട്ടപ്പോഴേ വാരി കൊണ്ടുപോകാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ വീണ്ടും ഉണ്ടാക്കിയപ്പോൾ നമ്മളൊരു 2 ഗ്ലാസ് അരിക്കൊരു 10-70 ഉണ്ണിയപ്പം നമുക്ക് ആ ഒരു ചട്ടിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക കൂടി അതിലേക്ക് ചേർക്കാം. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. എനിക്ക് ആ പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ തന്നെ ഈ ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഹൈറും ബർക്കത്തും റിസ്ക്കും ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. സന്തോഷമുള്ളൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.